അൽ ബിർറു ഉസ്റുൽ ഖുൽഖി, നല്ല കാര്യമില്ലേ, നന്മയില്ലേ, അത് സൽസ്വഭാവമാണ്. അത് നല്ല കാര്യ, അത് നന്മ ചൊന്നണ്ടായെങ്കിൽ അത് സൽസ്വഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപാടി തന്നത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചൊല്ലു, ലാ മാലഉനു മിൻ ഹുസ്നുൽ ഖുൽഖി, സൽസ്വഭാവത്തെ കാണ്ടി ഉപകാരമുള്ള വേറെ ഒരു വസ്തുമില്ല. സൽസ്വഭാവത്തെ കാണ്ടി ഉപകാരമുള്ള വേറെ ഒരു വസ്തുവേ ഇല്ലാണ്ട് മഹാനായ ഇസ്ലാമുടെ റിപ്പബ്ലിക്കിലെ ഒന്നാമത്തെ ഖലീഫ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചൊല്ലു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചൊല്ലു, സലാസത്തുൻ തസീദുൽ മർഅ നുബുലാ കിത്മാനുൽ അമൽ വസഖാഉൻ നഫ്സി വഹുസ്നുൽ ഖുലുഖി. ആർക്കും ഗുണത്തില്ലാത്ത രീതിയിൽ രഹസ്യമായി നല്ല കാര്യാക്കൂ, നല്ല മനസ്സ് കാട്ടൂ, സൽസ്വഭാവം പുലർത്തൂ. ഈ മൂന്ന് കാര്യമുണ്ടല്ലേ ഒരാളുടെ, ഈ മൂന്ന് കാര്യം ഒരാളിൽ ഉണ്ടുണ്ടായെങ്കിൽ നല്ല രഹസ്യമായ നിലയ്ക്ക് നന്മ ഉണ്ടു. അതേ നല്ല മനസ്സ്, അതുപോലെ നല്ല സ്വഭാവ, ഈ മൂന്ന് വിഷയം ഒരു മനുഷ്യരുടെ കയ്യിൽ ഉണ്ടുണ്ടായെങ്കിൽ മഹത്വം അല്ലാഹു തആല അയാളുടെ മഹത്വം വർദ്ധിപ്പിക്കല്, അയാളുടെ മഹത്വം ഞാറാക്കിടുണ്ട്. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പരിപാടി തന്നത്. പിന്നെ ചൊല്ലു ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു ചൊല്ലു, ഉസ്നുൽ ഖുലുഖി യദുലുൻ നദാ വകഫൽ അദാ വതലാഖത്തുൽ വജീ. സൽസ്വഭാവ ചെന്നുണ്ടായെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ്. സൽസ്വഭാവ ചെന്നെങ്കിൽ മൂന്ന് കാര്യമായിട്ടിക്കട്. ഒന്ന് നല്ല കാര്യം യാറാക്കൂ, നന്മ യാറാക്കൂ, ആരെയും ഉപദ്രവോ തീരാ. പിന്നെ നല്ലൊരു പുഞ്ചിരി വേണു മോത്തിലെപ്പോലും. ഇതായിരിക്കട് സൽസ്വഭാവ ചെന്നെങ്കിൽ മൂന്ന് വിഷയ നല്ല കാര്യം നിങ്ങൾ യാറാക്കൂ, ആരെയും ഉപദ്രവോ തീരാ, നല്ല നിലക്കൊരു പുഞ്ചിരിക്കട്ടെ. ഇതായിട്ടിക്കട് സൽസ്വഭാവം ചെന്നുണ്ടായെങ്കിൽ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു പരിപാടി തന്നത്. പിന്നെയും ചൊല്ലു മഹാന്മാര് മുആദ് റളിയല്ലാഹു തആല അൻഹു ചൊല്ലു, ഉസ്നുൽ ഖുൽഖി ഇഹ്തിമാലുൽ അദാ ലാ കഫുൽ അദാ. സൽസ്വഭാവം ചെന്നെങ്കിൽ അതേ ഉപദ്രവത്തിൽ നിന്ന് സഹിക്കുന്നതായിട്ടിക്കട്. ഞങ്ങളെ കുറെ ആൾമാര് ടോർച്ചറാക്കിടാറ്, എന്തെല്ലാം ഞങ്ങളെ ചൊല്ലാറ്, ഞങ്ങളെ സംബന്ധിച്ച് വേണ്ടതെല്ലാം ചൊല്ലാറ്. പക്ഷേ അതിനെ സഹിക്കണോ ഞങ്ങ എന്ന് വേണമെങ്കിൽ ചൊല്ലട്ടെ, ഞങ്ങൾ സഹിച്ചിരിക്കണോ. അതേപോലെ പിന്നർത്തറും അർസവർപ്പാട് തീരാ. ഇതായിട്ടിക്കട് മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹു പരിപാടി തന്നത്. കുറെ വിഷയങ്ങൾ മഹാന്മാര് സൽസ്വഭാവത്തെ സംബന്ധിച്ചിട്ട് പരിപാടി തന്നതും അഭിമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപാടി തന്നതും നിങ്ങൾ നോക്കൂ. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു ചൊല്ലു, تعلمنا الأدب 30 سنة وتعلمنا العلم 20 سنة. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു ചൊല്ലു, ഞാൻ 20 വർഷം ഇൽമ പഠിച്ച, 30 വർഷനാണ് സൽസ്വഭാവത്തെ മര്യാദ ഞാൻ പഠിച്ച, സ്വഭാവത്തെ മര്യാദ അതവ് ഞാൻ പഠിച്ചേണ്ടായിരിക്കര്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു പരിപാടി തന്നത്. പിന്നെയും മഹാന്മാർ ചൊല്ലാറ്. ഇമാം അഹ്മദ് ബിൻ അംബർ റളിയല്ലാഹു തആല അൻഹു ചൊല്ലു, ഉസ്നുൽ ഖുൽഖി അൻ തഹ്തമിലു മാ യകൂനു മിനൻ നാസി. സൽസ്വഭാവം ചെന്നെങ്കിൽ ആൾമാരെ ഭാഗത്തിൽ നിന്ന് മോശമായ പെരുമാറ്റങ്ങളിൽ നിന്നിട്ട് ക്ഷമ, അതായത് ആൾമാർ ഞങ്ങൾ എന്തെല്ലാം മോശമായത് ചൊല്ലാറ്, ഞങ്ങൾ സുബറെടുക്കണോ, ക്ഷമ നിങ്ങൾക്ക് വേണോ, അതിന് ഞങ്ങൾ നേരിടണോ. അതായിട്ടിക്കൊരു സൽസ്വഭാവം ചെന്നുണ്ടായെങ്കിൽ മഹാനായ ഇമാം അംബർ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ഇട്ടിക്കിട്ട് ഞങ്ങൾക്ക് പരിപാടി തന്നത്. പിന്നെയും ചൊല്ലു ഇമാം ബൈഹഖി റളിയല്ലാഹു തആല അൻഹു ചൊല്ലു, അഹബ്ബുൽ ഖൽഖി ഇലല്ലാഹി തആല അഹ്സനുഹും ഖുലുഖാ. അറിവുടെ കാന്തി
സ്വഭാവം മഹിമയുള്ളവനായിരിക്കാറ് അള്ളാഹുടെ മുട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾമാർ. അറിവുള്ളവടെ കാട്ടി സ്വഭാവം ഇന്നങ്ങായിരിക്കാറ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുണ്ട്. അള്ളാഹു വലിയ ഇഷ്ടാണ് ഒരു സ്വഭാവം ഇന്നങ്ങളായിട്ടിക്കറുണ്ട്. മഹാന്മാർ വഴിപാടി തന്നറാർ നല്ല മുഅ്മിനീങ്ങളെ. നിങ്ങൾ നോക്കൂ,